ഇന്ന് രാവിലെ ഉണ്ടാക്കുന്നത് ഇഡലിയാണ് കേട്ടോ. അപ്പോൾ ഇഡലിക്ക് സൈഡായിട്ട് തക്കാളി ചട്നിയും പിന്നെ സാദാ നമ്മളെ തേങ്ങാ ചട്നിയുമാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ രാവിലെ എണീറ്റ് വന്ന് നോക്കുമ്പോഴേക്ക് ഇഡലിയൊക്കെ നല്ലോണം പൊന്തി പുറത്തേക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അങ്ങനെ തന്നെ എടുത്തിട്ട് ലേശം ഉപ്പ് ഇട്ടെടുത്ത് ഒന്ന് മിക്സാക്കി കൊടുത്ത് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് വെച്ചിട്ടോ. അപ്പോൾ രാത്രി ഉപ്പിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര പുളിപ്പായിരിക്കും. അപ്പോൾ പിന്നെ ആ ഒരു പുളിപ്പ് ഇവിടെ ആയിരിക്കും വലിയ ഇഷ്ടമില്ല കേട്ടോ. എനിക്ക് ഈ പണ്ട് ഈ ദോശ ഇഡലി ഒന്നും ഇഷ്ടമില്ലാത്തത് കാരണം ഈ ഒരു പുളിപ്പ് കാരണം. അപ്പോൾ അതുകൊണ്ട് പിന്നെ രാത്രി തന്നെ ഉപ്പിട്ട് വെക്കുന്നില്ല. അപ്പോൾ പിന്നെ ഇഡലി ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ ഞാൻ ഇതിലേക്കൊക്കെ ഒന്ന് ആക്കി കൊടുക്കാണ്. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ തമ്പനയിൽ കണ്ടിട്ട് കുറച്ച് ആൾക്കാരെങ്കിലും ഇതൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടോ. അപ്പോൾ ഇതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മളിപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് റീച്ചിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ എടുത്തിടുക. അതേപോലെ തന്നെ ഇപ്പോൾ സിബ്ലിംഗ്സ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, പിന്നെ പാരൻസ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, അപ്പോൾ അതെല്ലാവരും കാണും ചെയ്യും, എല്ലാവരും ഹോം പേജിലേക്ക് അത് എത്തും ചെയ്യും. അങ്ങനെ നമ്മൾ എന്താ പറയുക, ഒരു വീട്ടിലെ 4 ആൾ അറിഞ്ഞിരിക്കേണ്ട പ്രശ്നം 40 ആളും 40,000 ആളും 4 ലക്ഷം ആൾക്കാരും അറിയേണ്ട ഒരു അവസ്ഥയിലേക്ക് അത് എത്തിപ്പെട്ടാണ്. പക്ഷേ അത് കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ക്യാഷും നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ പെട്ടെന്ന് നിങ്ങളെ പിന്നെ അക്കൗണ്ടിലേക്ക് വരാനും ചാൻസ് ഉണ്ട്. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ടൈമുണ്ട്, നമ്മളൊരു ചിന്തിക്കുന്ന ഒരു ടൈം എന്ന് പറയുന്ന ഒരു സമയമുണ്ട്. അതായത് നമ്മൾ എന്താ പറയുക, നമ്മൾ ചിലപ്പോൾ മക്കളൊക്കെ ഇപ്പോൾ ചെറുതായിരിക്കും. അപ്പോൾ മക്കളൊക്കെ ലേശം വലുതായതിനു ശേഷം ഈ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അത് നമ്മളെ ചാനൽ പിന്നെ എപ്പോഴും ഇങ്ങനത്തെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ള സംഭവങ്ങളുള്ള വീഡിയോ ആണെന്നുണ്ടെങ്കിൽ അത് എല്ലാവരും ഹോം പേജിൽ അതങ്ങനെ എത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് മക്കളൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക, മക്കൾക്ക് ഭയങ്കര ഒരു ഇതായിരിക്കും. കാരണം അവരുടെ പ്രൈവസിയിലുള്ള കാര്യങ്ങൾ മറ്റ് ലോകം മൊത്തം അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചമ്മലുള്ള ഒരു കാര്യം തന്നെയാണ്. പണ്ടൊക്കെ എൻ്റെ മക്കൾ പറയും, നമ്മൾ എന്ത് പ്രശ്നം കാടി വെള്ളം എന്നുണ്ടെങ്കിൽ മൂടി കുടിക്കണമെന്ന്. കാരണം നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് നമ്മുടെ വീട്ടിൽ അറിയാം. അല്ലാതെ അത് പുറമേക്കാർക്ക് നമ്മൾ എന്താ പറയുക, മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്നൊക്കെ പറയില്ല. അപ്പോൾ മുഖം കണ്ടാൽ പോലും മനസ്സിലായത് നമ്മുടെ വീട്ടിൽ ഇത്രയും അധികം പ്രശ്നങ്ങളുള്ള ഒരു വീടാണെന്നുള്ളത്. അപ്പോൾ അത്ര പോലും അത് പുറത്തേക്ക് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പിന്നെ ഒരു കുറവുള്ളൊരു കാലമായിരുന്നു. പക്ഷേ ഇപ്പം ഈ സോഷ്യൽ മീഡിയയിൽ അങ്ങനെയല്ല. കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് 4 ആളെ അറിയിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ മിക്ക ആൾക്കാരും ചെയ്യുന്നൊരു സംഭവം. അതിലൂടെ അവർക്ക് റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ റീച്ചിനൊക്കെ എന്താ പറയുക, തൽക്കാലത്ത് ഒരു ഇതേ ഉണ്ടാവുള്ളൂ. നമുക്കിപ്പം തോന്നാം കുറച്ച് ക്യാഷാണ് അത്യാവശ്യം, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരുടെ ഇടയിലേക്ക് എത്താനുള്ളത്. പക്ഷേ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് നമ്മൾ ചിന്തിക്കുമ്പോഴേക്കും നമ്മൾ അന്ന് ചെയ്തത് എന്തോരം മോശമായിട്ടുള്ളൊരു പണിയാണ്. കാരണം നമ്മുടെ വീട്ടുകാരെ മറ്റുള്ളവർക്ക് അലക്കാനിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ കമൻസ് ഇഷ്ടം പോലെ ചിലപ്പോൾ ഹസ്ബൻഡിനെ അനുകൂലിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ഭാര്യനെ അനുകൂലിച്ചിട്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ കുടുംബത്തിലാണ് എല്ലാ കല്ലും വന്ന് പതിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ നമ്മളെ വീട്ടുകാരെ തന്നെ ഇപ്പോൾ ഹസ്ബൻഡിനെ മോശക്കാരനാക്കി കാണിക്കണം, അല്ലെങ്കിൽ വൈഫിനെ അല്ലെങ്കിൽ പിന്നെ പാരൻസിനെ അവിടെ മോശക്കാരാക്കിയിട്ട് ഇത്രയും പബ്ലിക്കിൻ്റെ ഇടയിൽ മോശക്കാരാക്കിയിട്ട് നമ്മൾ കാണിക്കണം. ചിലപ്പോൾ നമ്മൾ ഉള്ളിൽ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ തീരെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, റീച്ചിന് വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷേ അത് ഇപ്പോഴത്തെ ആ ഒരു ഇതിൽ നമുക്ക് തോന്നില്ല. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഇത്രക്കും മോശമായിട്ടാണോ ഓരോ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുക.